സ്നേഹമുള്ളവരെ, നമ്മൾ ഒരുമിച്ചുള്ള തീർത്ഥാടനം നമുക്ക് തുടരാം. ഇന്ന് നമ്മൾ തീർത്ഥാടനത്തിനായിട്ട് പോകുന്നത് പോർച്ചുഗലിലെ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഫാത്തിമയിലേക്കാണ്. റോമിൽ നിന്ന് നമ്മൾ ഏകദേശം 3 മണിക്കൂർ ഫ്ലൈ ചെയ്താണ് പോർച്ചുഗലിൻ്റെ തലസ്ഥാനമായ ലിസ്ബണിലെത്തുക. നമ്മൾ റെയിനിയർ വിമാനത്തിലാണ് ഫ്ലൈ ചെയ്യുന്നത്. ഇറ്റലിയിൽ അല്ലെങ്കിൽ യൂറോപ്പിലൊക്കെ വളരെ ചീപ്പായിട്ട് ഫ്ലൈ ചെയ്യാനായിട്ട് റെയിനിയർ എടുക്കുവാണെങ്കിൽ നമുക്ക് സാധിക്കും. ലിസ്ബണിലെത്തി അവിടുന്ന് നമ്മൾ ബസ് എടുത്ത് ഏകദേശം 2 മണിക്കൂർ യാത്ര ചെയ്താൽ നമ്മളിതാ ഫാത്തിമയിലേക്ക് എത്തുകയായി. പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ വിശുദ്ധമായ സ്ഥലത്ത് കാലുകുത്തുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ അനുഭവപ്പെടുന്ന വലിയൊരു സന്തോഷമുണ്ട്. ആ വലിയ സന്തോഷത്തോടു കൂടെ നമ്മൾ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട സ്ഥലത്തേക്ക് നീങ്ങുകയാണ്. ഇതാണ് ഇടയ കുട്ടികൾക്ക് പരിശുദ്ധ അമ്മ പലപ്പോഴായി പ്രത്യക്ഷപ്പെട്ട ആ ഒരു സ്ഥലം. അവിടെയാണ് ഈ ഒരു ചെറിയൊരു കപ്പേള സ്ഥിതി ചെയ്യുന്നത്. തൊട്ട് മുകളിലായിട്ട് ബസിലിക്ക ഓഫ് അവർ ലേഡി ഓഫ് റോസറി നമുക്ക് കാണാം. 1953 പണി കഴിച്ച ആ വലിയ ഒരു ബസിലിക്ക ദേവാലയം. നമ്മൾ ചുറ്റുമൊന്ന് കണ്ണോടിക്കുമ്പോൾ നടുക്കായിട്ടൊരു സ്തൂപത്തിൽ ഉയർത്തിയ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ വലിയൊരു രൂപം കാണാം. ജപമാലയ്ക്കുള്ള സമയം അടുത്തുകൊണ്ടിരിക്കുകയാണ്. 9 മണിക്കാണ് ഇവിടെ വൈകുന്നേരങ്ങളിൽ ആഘോഷമായ ജപമാലയും പ്രദക്ഷിണവും ഉള്ളത്. എല്ലാവരും തിരികൾ എടുത്ത് തിരികൾ കത്തിച്ച് ജപമാല പ്രദക്ഷിണത്തിനായിട്ട് ജപമാല ചെല്ലുവാനായിട്ട് ഒരുമിച്ച് വരികയാണ്. ഈ ഒരു സ്ഥലത്താണ് പരിശുദ്ധ അമ്മ ഈ 3 ഇടയ കുട്ടികൾക്ക് തൻ്റെ ദിവ്യ ദർശനം നൽകിയത്. ഇന്നത്തെ ജപമാലയ്ക്ക് നേതൃത്വം നൽകുന്നത് ഒരു ഫ്രാൻസിസ്കൻ മെത്രാനാണ്. എല്ലാവരും ജപമാലയ്ക്ക് വേണ്ടിയിട്ട് ഒരുക്കത്തോടു കൂടെ നിൽക്കുകയാണ്. പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ഒരു പുണ്യ സ്ഥലത്ത് വന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കുന്ന വളരെ വലിയൊരു അനുഗ്രഹമായിട്ട് തന്നെ നമുക്ക് കാണാം. നമുക്കും നമ്മുടെ പ്രാർത്ഥനകളും നിയോഗങ്ങളുമൊക്കെ ജപമാലയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മൾ ലോകത്തിൻ്റെ ഏത് കോണിലായാലും ഈ ഒരു സമയം നമുക്ക് മനസ്സുകൊണ്ട് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ഫാത്തിമയിൽ ആയിരിക്കാം. നമുക്കും ഈ ജപമാലയിൽ പങ്കുചേരാം. ജപമാലയുടെ 2ാമത്തെ രഹസ്യം കഴിഞ്ഞപ്പോഴേക്കും പരിശുദ്ധ അമ്മയുടെ രൂപം വഹിച്ചുള്ള ജപമാല പ്രദക്ഷിണത്തിന് രൂപം വഹിക്കുവാനായിട്ട് ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് വളണ്ടിയേഴ്സ് നമ്മുടെ അടുത്ത് വന്നു. ദൈവാനുഗ്രഹം എന്ന് പറയട്ടെ, അത് വളരെ വലിയൊരു ഭാഗ്യമായിട്ട് കരുതിക്കൊണ്ട് തന്നെ തീർച്ചയായിട്ടും അതിന് താല്പര്യമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ മുന്നോട്ട് ചെന്നു, അതിനായിട്ട് ഒരുങ്ങി. അങ്ങനെ ജപമാല സമാപിച്ചപ്പോൾ ജപമാല പ്രദക്ഷിണമാണ്. ലിത്നിയ ചൊല്ലിക്കൊണ്ടുള്ള ജപമാല പ്രദക്ഷിണത്തിന് പരിശുദ്ധ അമ്മയുടെ രൂപം വഹിക്കുവാനുള്ള ഒരു വലിയ ഭാഗ്യവും നമുക്ക് ലഭിക്കുകയുണ്ടായി. കത്തിച്ച മെഴുകുതിരികളുമായിട്ട് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരും ഈ ജപമാല പ്രദക്ഷിണത്തിൽ പങ്കെടുത്തു. ഇന്ന് വൈകുന്നേരം നല്ല തണുപ്പും അതോടൊപ്പം തന്നെ മഴയുമുണ്ട്. തൂളുമഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എങ്കിലും അതൊന്നും കാര്യമാക്കാതെ വന്നവരെല്ലാവരും തന്നെ ജപമാല പ്രദക്ഷിണത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. പരിശുദ്ധ അമ്മ തൻ്റെ ദിവ്യ ദർശനം നൽകിയ ഇടയ കുട്ടികളായ 2 കുട്ടികൾ, വിശുദ്ധ ഫ്രാൻസിസും വിശുദ്ധ ജെഫീന്തയും, അവരുടെ രൂപം നമുക്ക് കാണാം. ഇവർ വിശുദ്ധരാണ്. ഈ വിശുദ്ധരുടെ രൂപത്തിന് മുമ്പ് എല്ലാവരും വന്ന് പ്രാർത്ഥിക്കുകയും ഫോട്ടോ എടുക്കുകയൊക്കെ ആയിട്ട് ചെയ്യുന്ന സമയങ്ങളായിരുന്നു അതിനുശേഷമുള്ള സമയങ്ങൾ. ജപമാല കഴിഞ്ഞ് ചുറ്റും നോക്കിയപ്പോൾ നമുക്ക് പരിചയമുള്ള ഒത്തിരി മുഖങ്ങൾ അവിടെ കാണാനായിട്ട് സാധിച്ചു. പ്രത്യേകിച്ച് റോമിൽ പഠിക്കുന്ന പല അച്ഛന്മാരും അന്ന് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. തിരികൾ കത്തിച്ച് പ്രാർത്ഥിക്കാനുള്ള ഒരു സ്ഥലം തൊട്ടടുത്ത് തന്നെ നമുക്ക് കാണാവുന്നതാണ്. അവിടെ ചെന്ന് നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞവരെയൊക്കെ ഓർത്തും അതുപോലെ തന്നെ നമ്മുടെ പ്രാർത്ഥനകളും നിയോഗങ്ങളും ഒക്കെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി ദൈവസന്നിധിയിലേക്ക് ഉയർത്തിക്കൊണ്ട് വിശുദ്ധ ഫ്രാൻസിസിൻ്റെയും ജെഫീന്തയുടെയും മാധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ട് നമ്മൾ തിരികൾ കത്തിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം.
അമ്മ നമുക്ക് വലിയ സംരക്ഷണവും എല്ലാ തിന്മകളിൽ നിന്നുള്ള വലിയ സംരക്ഷണവും അതോടൊപ്പം തന്നെ വലിയ മാധ്യസ്ഥവുമാണ്. നമുക്ക് പരിശുദ്ധ അമ്മയുടെ ആ വലിയ മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കാം. പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾക്ക് വിശുദ്ധ കുർബാന അർപ്പിക്കുവാനായിട്ട് സമയം തന്നിരുന്ന 5 മണിക്കാണ്. കാരണം എല്ലാ മണിക്കൂറുകളിലും ഇവിടെ തീർത്ഥാടകർ വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്ന് എത്തുന്നത് കൊണ്ട് എല്ലാവർക്കും സമയങ്ങളെ ക്രമീകരിച്ചിരിക്കുകയാണ്. ഞങ്ങൾക്ക് കിട്ടിയിരുന്ന സമയം രാവിലെ 5 മണിയാണ്. അതിനു മുമ്പ് 4 മണിക്ക് വേറെ ഒരു ഗ്രൂപ്പ് ഞങ്ങൾ വരുമ്പോൾ അവിടെ വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം 5 മണിക്ക് ഞങ്ങൾ ഒരുമിച്ച് റൂമിൽ നിന്ന് വന്ന അപ്പച്ചനച്ഛന്മാർ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് വിശുദ്ധ കുർബാന അർപ്പിച്ച് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് വിശുദ്ധ കുർബാന അർപ്പിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് സാധിച്ചു. ഈ ദിവ്യബലിയിലും പ്രത്യേകമായിട്ട് നിയോഗങ്ങൾ പ്രാർത്ഥിക്കുവാനായിട്ട് പറഞ്ഞവരുടെ എല്ലാ നിയോഗങ്ങളും ദിവ്യബലിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയുണ്ടായി. ഇവിടെ ഒരുമിച്ചുള്ള ഈ ഒരു ദിവ്യബലി അർപ്പണം വളരെ വലിയൊരു അനുഭവമായിരുന്നു. ദിവ്യബലി അർപ്പണത്തിന് ശേഷം ഞങ്ങൾ ഓരോരുത്തരും വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കുവാനും ജപമാല ചെല്ലുവാനുമായിട്ടുള്ള ഒരു സമയമായിരുന്നു. അതുപോലെ തന്നെ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ഒരു സ്ഥലം വ്യക്തമായിട്ടൊന്ന് കാണുവാനും ചുറ്റി നടന്ന് കാണുവാനും മനസ്സിലാക്കുവാനും ഒക്കെയുള്ള ഒരു സമയമായിരുന്നു. നമുക്കും പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ഒരു സ്ഥലം ഒന്ന് വ്യക്തമായിട്ട് കാണാം. പരിശുദ്ധ അമ്മ ഈ ഇടയ കുട്ടികൾക്ക് ദർശനം നൽകിയ പ്രത്യക്ഷപ്പെട്ട ആ ഒരു സ്ഥലത്താണ് ആ ഒരു ചെറിയൊരു കപ്പേള നമുക്ക് കാണാവുന്നത്. ഈ ഒരു കപ്പേള അവിടെയാണ് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടത്. കപ്പേളയുടെ തൊട്ടു മുന്നിലായിട്ട് ബലിപീഠവും അതുപോലെ തന്നെ എല്ലാവർക്കും ഇരുന്ന് അറ്റൻഡ് ചെയ്യാനുള്ള ഒരു ചെറിയൊരു സ്ഥലവുമാണ് നമ്മളിവിടെ കാണുക. സ്നേഹമുള്ളവരെ, നമ്മൾ പരിശുദ്ധ അമ്മ പോർച്ചുഗലിലെ ഫാത്തിമയിൽ പ്രത്യക്ഷപ്പെട്ട ആ സ്ഥലത്താണ് നമ്മളായിരിക്കുന്നത്. ഫാത്തിമയിൽ 3 ഇടയ കുട്ടികൾക്ക് പരിശുദ്ധ അമ്മ 1917 മെയ് 13 പ്രത്യക്ഷപ്പെട്ട് തൻ്റെ ദിവ്യ ദർശനം നൽകുവാനായിട്ട് ആരംഭിച്ചു. ഈ കുട്ടികളുടെ പേരുകൾ നമുക്കറിയാം. ഫ്രാൻസിസും ജെഫീന്തയും ലൂസി ഇവരായിരുന്നു. ഇതിൽ ഫ്രാൻസിസിനെയും ജെഫീന്തയെയും ഈ 2 കുട്ടികൾ വളരെ നേരത്തെ തന്നെ മരിച്ചുപോയവരാണ്. 2017 മെയ് 13 ഫാത്തിമ ദർശനങ്ങളുടെ 100ാം വാർഷികം ആഘോഷിക്കുമ്പോൾ പരിശുദ്ധ പിതാവ് അവരെ വിശുദ്ധരായിട്ട് പ്രഖ്യാപിച്ചു. എന്നാൽ ലൂസിയ തൻ്റെ ജീവിതകാലം കർമ്മലിത്ത മഠത്തിൽ ചെലവഴിക്കുകയും ഒരു കന്യാസ്ത്രീയായിട്ട് ഈശോയോടുള്ള സ്നേഹത്താൽ പരിശുദ്ധ അമ്മയുടെ ആ ദിവ്യ ദർശനങ്ങൾക്ക് പ്രഘോഷിക്കുകയായി കർമ്മലിത്ത മഠത്തിൽ ചേർന്ന് ജീവിക്കുകയും ചെയ്തു. വിശുദ്ധരുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ 1908 ജൂൺ 11 ഫ്രാൻസിസ് മാർത്തോ ജനിക്കുന്നത്. 2 വർഷങ്ങൾക്ക് ശേഷം 1910 മെയ് 11 ജെഫീന്ത മാർത്തോ ജനിക്കുന്നത്. ഇവർ 2 പേരും ഒരു കുടുംബത്തിൽ നിന്നുള്ള സഹോദരങ്ങളായിരുന്നു. തങ്ങൾക്കുണ്ടായ ദിവ്യ ദർശനത്തിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് അവരോട് പറഞ്ഞു, ലോക സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. യുദ്ധങ്ങൾ നടക്കുന്ന സമയമാണ്, 1ാം ലോക യുദ്ധത്തിൻ്റെ സമയമാണ്. ആ യുദ്ധത്തിൻ്റെ സമയത്ത് പരിശുദ്ധ അമ്മ പ്രത്യേകമായിട്ട് അവരോട് പറഞ്ഞു, ജപമാല ചൊല്ലി സമാധാനത്തിന് വേണ്ടി, ലോക സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവേൻ. രണ്ടാമതായിട്ട് പരിശുദ്ധ അമ്മ പറഞ്ഞു, പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ ഭക്തി പ്രചരിപ്പിക്കുവേൻ. 6 തവണയാണ് പരിശുദ്ധ അമ്മ ഈ ഇടയ കുട്ടികൾക്ക് പ്രത്യക്ഷപ്പെട്ടത്. അവസാനമായിട്ട് 1917 ഒക്ടോബർ 13 പരിശുദ്ധ അമ്മ അവസാനമായിട്ട് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഇവിടെ കൂടിയിരുന്ന 1 ലക്ഷത്തോളം ആളുകൾ ഇതിന് സാക്ഷ്യം വഹിക്കുകയും ചെയ്തു. അന്ന് വലിയ അത്ഭുത പ്രതിഭാസമാണ് ആകാശത്തുണ്ടായത്. സൂര്യൻ വളരെ വ്യത്യസ്തമായ രീതിയിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പരിശുദ്ധ അമ്മയ്ക്ക് അർച്ചനകൾ ചെയ്യുന്നതായിട്ട് ലോകം സാക്ഷ്യപ്പെടുത്തി. ഈ ഒരു കാലഘട്ടത്തിൽ ഈ 6 തവണ ഇവർക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഈ കുട്ടികൾ ഒത്തിരി പ്രശ്നങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നു. കാരണം അധികാരികളിൽ നിന്നുണ്ടാകുന്ന ആക്രമണങ്ങൾ, അതല്ലെങ്കിൽ അധികാരികളിൽ നിന്നുണ്ടായിരുന്ന പ്രത്യേകമായിട്ടുള്ള ചോദ്യം ചെയ്യലുകൾ, അതുപോലെ തന്നെ കൂട്ടുകാരുകളുടെയും നാട്ടുകാരിൽ നിന്നുണ്ടായ കളിയാക്കലുകൾ, അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളിലൂടെ അവർ കടന്നുപോയി. എങ്കിലും അതൊക്കെ അതിജീവിച്ചു. ഫ്രാൻസിസും ജെഫീന്തയും ഈ അപ്പാരിഷൻ കിട്ടിയതിന് ശേഷം 2 വർഷം മാത്രമേ അവർ ജീവിച്ചുള്ളൂ. അവർക്ക് അമ്മയുടെ ദർശനത്തിൽ തന്നെ അവരോട് പറഞ്ഞിരുന്നു ഉടനെ തന്നെ സ്വർഗം പ്രാപിക്കുവാനായിട്ട് അവർക്ക് സാധിക്കുമെന്ന്. അതിപ്രകാരം 2 വർഷത്തിന് ശേഷം അവരും ഈ പോർച്ചുഗലിൽ പടർന്നു പിടിച്ച മഹാരോഗം വ്യാപിച്ച് അവരും മരിക്കുകയായിരുന്നു.
അവരെ 2017 മെയ് 13 ഫാത്തിമ ദർശനങ്ങളുടെ 100-ാം വാർഷികം ആഘോഷിക്കുമ്പോൾ പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ വിശുദ്ധരായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു. നമുക്ക് ഈ വിശുദ്ധരുടെ മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ പരിശുദ്ധ അമ്മയുടെ വലിയ സഹായവും മാധ്യസ്ഥവും നമ്മളെല്ലാവരിലും നിറഞ്ഞു നിൽക്കട്ടെ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ ഫ്രാൻസിസിൻ്റെയും വിശുദ്ധ ജെഫിൻ്റെയുടെയും മാധ്യസ്ഥം നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇവിടെ അടുത്ത വീഡിയോയിൽ നമുക്ക് ഫാത്തിമയുടെ പകൽ ദൃശ്യങ്ങൾ കണ്ടനുഭവിക്കാം.